കേരള സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 26 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സർവീസസിന്റെയും ടീമുകൾ ഉൾപ്പെടെ 700ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച 13 പിസ്റ്റുകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. എപ്പെ, സാബർ, ഫോയിൽ വിഭാഗത്തിൽ ടീം മത്സരങ്ങളും വ്യക്തിഗത മത്സരങ്ങളും നടക്കുന്നു. ജനുവരി 3 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 700ഓളം കായിക താരങ്ങളാണ് മത്സരിക്കുന്നത്. 35ാമത് സീനിയർ നാഷണൽ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ചാമ്പ്യൻഷിപ്പാണ്. ദേശീയ ഗെയിംസിൻ്റെ സെലക്ഷൻ മാച്ച് കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ്. കണ്ണൂരിനകത്ത് രണ്ടാമതാണ് ഇത്തരമൊരു ചാമ്പ്യൻഷിപ്പ് എയർപോർട്ട് വന്നതിന് ശേഷം വരുന്നത്. എയർപോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് അലോട്ട് ചെയ്യൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് അനുസരിച്ച് സംഘാടക സമിതി, കേരള സ്പോർട്സ് കൗൺസിലും ഡയറക്ടറേറ്റും കേരള ഫെൻസിംഗ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച രീതിയിൽ ഈ ചാമ്പ്യൻഷിപ്പ് ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഫെൻസിംഗ് ഫെഡറേഷൻ്റെ ഓൾ ഇന്ത്യ ഭാരവാഹികൾ വെനുവിൽ മികച്ച സംതൃപ്തി രേഖപ്പെടുത്തി. കായിക താരങ്ങൾക്കൊന്നും പരാതിയില്ലാത്ത രൂപത്തിൽ ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിന്റെ സെലക്ഷൻ മത്സരം കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ്. കെ വി സുമേഷ് MLA, മേയർ മുസ്ലിം മഠത്തിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.